വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ബി എഡ് ഇംഗ്ലീഷ് ഫസ്റ്റ് സെമിസ്റ്ററിലെ 3rd ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ലാംഗ്വേജ് ആൻഡ് ദ സെക്കൻഡ് ലാംഗ്വേജ്. നമ്മുടെ എല്ലാവരുടെയും ഫസ്റ്റ് ലാംഗ്വേജ് എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ലേൺ ചെയ്യുന്ന ലാംഗ്വേജ്, അതായത് നമ്മളുടെ മദർ ടങ്. അത് മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ മിക്കവരുടെയും തന്നെ മലയാളം ആയിരിക്കും. സെക്കൻഡ് ലാംഗ്വേജ് എന്താണ്? ഫസ്റ്റ് ലാംഗ്വേജിന് ശേഷം നമ്മൾ ലേൺ ചെയ്യുന്ന ലാംഗ്വേജാണ് സെക്കൻഡ് ലാംഗ്വേജ് കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? നമ്മൾ ആദ്യം പഠിക്കുന്ന ലാംഗ്വേജ് ഏതാണ്? ആ ബേസിസിലാണ് ഈ ഫസ്റ്റ് സെക്കൻഡ് എന്നവർ മീൻ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം സ്റ്റേറ്റസ് ഓഫ് ലാംഗ്വേജസ്. അപ്പോൾ ലാംഗ്വേജസ് ഹാവ് എ 3-fold സ്റ്റേറ്റസ്. ശരിക്കും ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അതിന് 3 സ്റ്റാറ്റസ് ആണുള്ളത്. അതായത് ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, തേർഡ് ലാംഗ്വേജ്. അപ്പോൾ തേർഡ് ലാംഗ്വേജ് അല്ല ഫോറിൻ ലാംഗ്വേജ് എന്നാണ് അതിന് പറയാം കേട്ടോ. തേർഡ് ലാംഗ്വേജ് അല്ല ഫോറിൻ ലാംഗ്വേജ്. ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ്. ഫസ്റ്റ് ലാംഗ്വേജ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ലാംഗ്വേജ് refers to the language that a person learns first. ഒരു ആള് ആദ്യം പഠിക്കുന്ന ലാംഗ്വേജ്, ഇതാണ് ഫസ്റ്റ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് യൂഷ്വലി ഹിസ് മദർ ടങ്. യൂഷ്വലി, സാധാരണയായിട്ട് അതെന്താണ്? നമ്മുടെ മദർ ടങ് ആണ് നമ്മൾ ആദ്യം പഠിക്കുക. എക്സാമ്പിൾ പറയുന്നുണ്ട്, മലയാളം ഇസ് ദ ഫസ്റ്റ് ലാംഗ്വേജ് ഓഫ് കേരളൈറ്റ്സ്. കേരളത്തിൻ്റെ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളിയാണോ? മലയാളമാണോ അവരുടെ ഫസ്റ്റ് ലാംഗ്വേജ് അല്ലേ? English is the first language of the people in the UK, the USA, Canada, Australia, South Africa, the New Zealand and so on. ഇംഗ്ലീഷ് ആരുടെയൊക്കെയാണ് ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ടുള്ളത്? നമുക്കറിയാം, UK, കാനഡ, അവരുടെയൊക്കെ ഫസ്റ്റ് ലാംഗ്വേജ്, അവരുടെ മദർ ടങ് എന്ന് പറയുമ്പോൾ അത് ഇംഗ്ലീഷ് ആയിരിക്കും. ഇത് നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. ഇത്രയും. സെക്കൻഡ് ലാംഗ്വേജ് നോക്കാം. എ ലാംഗ്വേജ് ദറ്റ് എ പേഴ്സൺ ലേൺസ് ആഫ്റ്റർ ഹിസ് ഫസ്റ്റ് ലാംഗ്വേജ് ഇസ് എ സെക്കൻഡ് ലാംഗ്വേജ്. ഫസ്റ്റ് ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം പഠിക്കുന്ന ലാംഗ്വേജ് ആണ് സെക്കൻഡ് ലാംഗ്വേജ്. ഇറ്റ് മേ ബി യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ എമംഗ് പീപ്പിൾ ഇൻ എ മൾട്ടി ലിംഗ്വിസ്റ്റിക് നേഷൻ സച്ച് ആസ് ഇന്ത്യ. ഇന്ത്യ പോലുള്ള ഒരു മൾട്ടി ലിംഗ്വിസ്റ്റിക് നേഷൻ. മൾട്ടി ലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, മൾട്ടിപ്പിൾ ലാംഗ്വേജസ് അറിയുന്നവരുള്ള ഒരു രാജ്യം. ഇവിടെ സെക്കൻഡ് ലാംഗ്വേജ് ആളുകൾ പഠിക്കുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് അല്ലേ? നമുക്കിപ്പോൾ വേറെ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരോട് ഫസ്റ്റ് ലാംഗ്വേജ് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. പലപ്പോഴും നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. ഇറ്റ് മേ ഹാവ് വേരിയസ് റോൾസ് സച്ച് ആസ് ഒഫീഷ്യൽ ലാംഗ്വേജ്, ലിങ്ക് ലാംഗ്വേജ്, ലാംഗ്വേജ് ഫോർ ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോ ഓൺ. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജിന് പല റോൾസ് ഉണ്ട്. സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ എന്നൊരു റോളുണ്ട്. പിന്നെ ഇത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്, അതേപോലെ ലിങ്ക് ലാംഗ്വേജ് ആണ്, അതേപോലെ തന്നെ ഇത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലാംഗ്വേജ് ആണ് അല്ലേ? അപ്പോൾ ഇംഗ്ലീഷാണ് സെക്കൻഡ് ലാംഗ്വേജ് ഇൻ ഇന്ത്യ ആൻഡ് സെവറൽ അതർ കൺട്രീസ്. ഇംഗ്ലീഷിനെ പറ്റിയാണ് ഇത്രയും പറഞ്ഞത്. ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം എന്ന് പറഞ്ഞു, മദർ ടങ് ആണ്. സെക്കൻഡ് ലാംഗ്വേജ് നമുക്ക് ഇംഗ്ലീഷാണ്. മിക്കവർക്കും അത് ഇംഗ്ലീഷാണ്. കാരണം ഇംഗ്ലീഷ് നമുക്ക് പല രീതിയിലും യൂസ് ചെയ്യും. ലിങ്ക് ലാംഗ്വേജ് ആണ്, കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ള ഒരു ലാംഗ്വേജ് ആണ്, ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതല്ലാതെയുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്. സോ ഇംഗ്ലീഷാണ് സെക്കൻഡ് ലാംഗ്വേജ്. ഇനിയും ഫോറിൻ ലാംഗ്വേജ് എന്താണെന്ന് നോക്കാം. എ ഫോറിൻ ലാംഗ്വേജ് ഇസ് വൺ ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ കൺട്രീസ് വെയർ ഇറ്റ് ഈസ് നോട്ട് ദ ഫസ്റ്റ് ഓർ സെക്കൻഡ് ലാംഗ്വേജ്. ഫോറിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ്, അത് അവിടുത്തെ ഫസ്റ്റ് ലാംഗ്വേജും അല്ല സെക്കൻഡ് ലാംഗ്വേജും അല്ല, വേറൊരു ലാംഗ്വേജാണ്. ഇപ്പോൾ ഈ ഇന്ത്യയിലെ ഫസ്റ്റ് ലാംഗ്വേജും അല്ല സെക്കൻഡ് ലാംഗ്വേജും അല്ല, വേറൊരു ലാംഗ്വേജാണ്. അതാണ് ഫോറിൻ ലാംഗ്വേജ്. ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ പർപ്പസസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ഇവിടെ നിന്ന് നമ്മൾ ഹയർ എഡ്യൂക്കേഷന് പുറത്ത് പോകുമ്പോൾ കൂടുതലും ജർമ്മൻ ഒക്കെ പഠിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ജർമ്മൻ എന്ന് പറയുന്നത് ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് പീപ്പിൾ ഹു സ്പീക്ക് ദാറ്റ് ലാംഗ്വേജ് ആസ് ദർ മദർ ടങ്. ഇവിടെ നിന്ന് ജർമ്മനി പോകുമ്പോൾ അവിടുത്തെ മദർ ടങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ജർമ്മൻ ആണ്. അതറിഞ്ഞാലാണ് ആ രാജ്യത്ത് നമുക്ക് ജീവിക്കാനായിട്ട് എളുപ്പമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ആളുകൾ ഫോറിൻ ലാംഗ്വേജ് ആയിട്ടുള്ള, നമ്മുടെ എല്ലാ ഫോറിൻ ലാംഗ്വേജ് ആയിട്ടുള്ള ജർമ്മൻ പഠിച്ചിട്ട് ജർമ്മനിയിലേക്ക് പോണത്. ജർമ്മൻ എന്താണ്? ജർമ്മനിയുടെ മദർ ടങ് ആണ്. കണ്ടോ? അപ്പോൾ വേറൊരു രാജ്യത്തിൻ്റെ മദർ ടങ് നമ്മൾ പഠിക്കുന്നു, എഡ്യൂക്കേഷണൽ പർപ്പസസിന് വേണ്ടിയിട്ട് പഠിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതിനെയാണ് ഫോറിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലേ?
In countries like France, Italy, Germany, Russia, and Japan, English is used as a language for higher education. ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, റഷ്യയിലൊക്കെ അവരവരുടേതായിട്ടുള്ള സ്വന്തം ലാംഗ്വേജ് മദർ ടങ് ആണ് കൂടുതലും യൂസ് ചെയ്യുക. ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാമോ? അവരുടെ ഹയർ എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് അവരവിടെ ഇംഗ്ലീഷ് യൂസ് ചെയ്യുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ മദർ ടങ് ആണ് യൂസ് ചെയ്യുക. അപ്പം നമുക്ക് അവിടെ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അവരുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ലാംഗ്വേജ് ആണ്. അതല്ലെന്നുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യുന്നത് അവരുടെ മദർ ടങ് ആയിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് സ്റ്റേറ്റസ് ഓഫ് ലാംഗ്വേജസിൽ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും ഫോറിൻ ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് എഴുതാം. നെക്സ്റ്റ് വൺ, ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് അക്വയറിംഗ് ഫോർ ഫസ്റ്റ് ലാംഗ്വേജ് ആൻഡ് സെക്കൻഡ് ലാംഗ്വേജ്. ഇനി ഫസ്റ്റ് ലാംഗ്വേജ് പഠിക്കുമ്പോഴുള്ള ഫീച്ചേഴ്സും സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുമ്പോഴല്ല അക്വയർ ചെയ്യുമ്പോൾ കേട്ടോ, ലേൺ ചെയ്യുമ്പോഴല്ല അക്വയർ ചെയ്യുമ്പോൾ എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അക്വിസിഷൻ ഓഫ് ലാംഗ്വേജ് സ്കിൽസ് ഇസ് മോസ്റ്റ്ലി ത്രൂ പ്രാക്ടീസ്, ജസ്റ്റ് ലൈക്ക് ഓൾ അതർ സ്കിൽസ്. അക്വയർ ചെയ്യുന്നെങ്കിൽ എന്ത് വേണം? പ്രാക്ടീസ് ചെയ്യണം. ലാംഗ്വേജ് അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളുടെ കൂടെ നമ്മൾ ജീവിച്ച് അത് സംസാരിച്ചിട്ട് വേണം. അതിനെയാണ് അക്വസിഷൻ എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് മദർ ടങ്, ദ ചൈൽഡ് ഫ്രം ദ വെരി ഏർലി സ്റ്റേജ് ഗെറ്റ്സ് ഫുൾ എക്സ്പോഷർ to the language from its mother, father, siblings, relatives, neighbors and several others. അപ്പോൾ നമുക്കറിയാം ചെറുപ്പം മുതലേ നമ്മൾ മദർ ടങ് മലയാളം പഠിച്ചത് എങ്ങനെയാണ്? നമ്മൾ മലയാളം പഠിച്ചപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ഫാദർ, മദർ, സിബ്ലിങ്സ്, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് എല്ലാവരും മലയാളം പറഞ്ഞു, അത് കേട്ടു പഠിച്ചു. അതാണ് അല്ലേ? അപ്പോൾ ചെറുപ്പത്തിലേ നമ്മളത് പഠിക്കുകയാണ്. ആസ് ദ ചൈൽഡ് ഗ്രോസ് ആൻഡ് മിങ്കിൾസ് വിത്ത് സൊസൈറ്റി, ഹിസ് ഹൊറൈസൺ ഓഫ് എക്സ്പോഷർ ബിക്കംസ് വൈഡർ. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് ചെറുപ്പത്തിൽ ഒരു സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴോ കുറച്ചും കൂടി മദർ ടങ് യൂസ് ചെയ്യുന്ന ആളുകളെ കാണാണ്. അപ്പോൾ നമ്മുടെ എക്സ്പോഷർ കൂടി. കണ്ടോ, നമ്മുടെ എക്സ്പോഷർ മദർ ടങ് യൂസ് ചെയ്യാനുള്ള എക്സ്പോഷർ ഒരിക്കലും കുറയുന്നില്ല, എപ്പോഴും അത് കൂടിയാണ് വരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫ്ലുവൻ്റ് ആവാണ് ലാംഗ്വേജിൽ. ബിസൈഡ്സ് ഇൻ ദ ഫാമിലി, ഹി ഗെറ്റ്സ് എക്സ്പോസ് ടു ഹിസ് മദർ ടങ് അറ്റ് ദ സ്കൂൾ ആൻഡ് ഇൻ കമ്പനി ഓഫ് ഫ്രണ്ട്സ് സംസാരിക്കുന്നു, സ്കൂളിൽ അല്ലേ, നമ്മൾ പറഞ്ഞു സ്കൂളിൽ നിന്ന് കുട്ടികൾ പറയുന്നത് കേൾക്കുന്നു. He acquires skills in his mother tongue for satisfying all his needs, fulfilling all his aspirations, and for expressing his feelings and emotions. നമുക്ക് മദർ ടങ് എന്ന് പറയുമ്പോൾ ആ ഒരു ലാംഗ്വേജ് കൊണ്ട് നമ്മുടെ എല്ലാ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ള ആ ഒരു ഭാഷയായിട്ട് മാറുവാണത്. അതേപോലെ നമ്മുടെ എല്ലാ ആസ്പിറേഷൻസ്, നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ട്, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സാധിക്കാൻ വേണ്ടിയിട്ട് മദർ ടങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു. ഹി ഡസ് നോട്ട് ഫീൽ എനി സ്ട്രെയിൻ ഇൻ ദ യൂസ് ഓഫ് ലാംഗ്വേജ്. നമ്മുടെ മദർ ടങ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഇത് സ്ട്രെയിൻ ആവാറില്ല അല്ലേ? വേറെ ഏത് ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ സ്ട്രെയിൻ വന്നാലും മദർ ടങ് യൂസ് ചെയ്യാൻ നമുക്ക് സ്ട്രെയിൻ തോന്നില്ല. അറ്റ് ദ സെയിം ടൈം ഹി ഈസ് നോട്ട് അവെയർ ദാറ്റ് ഹി ഈസ് ലേണിംഗ് ദ ഹൈലി കോംപ്ലെക്സ് ലാംഗ്വേജ് കോഡ്. നമ്മൾ മലയാളം പഠിച്ചപ്പോൾ നമുക്ക് തോന്നിയോ, അയ്യോ ഇത് ഭയങ്കര കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് കോഡുള്ള ഒരു ലാംഗ്വേജ് ആണ്, അതുകൊണ്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് ലാംഗ്വേജ് പഠിച്ചപ്പോൾ നമുക്ക് ആർക്കും ഒരു സ്ട്രെയിൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്ക് തോന്നിയിട്ടില്ല. അതാണ് ഇതിലെ ഒരു മിറക്കിളല്ല, ഒരു ഭയങ്കര നമുക്ക് അത്ഭുതം തോന്നിപ്പോകുന്നു. അതെ, അതേപോലെ ഒരു ഫാക്ടറാണത് അല്ലേ? ദെൻ ദസ് ദ ലാംഗ്വേജ് the acquisition of mother tongue is natural, spontaneous, effortless, without being conscious and in real life situations. അപ്പോൾ ലാംഗ്വേജ് മദർ ടങ് എന്ന് പറയുന്ന ആ ഒരു ലാംഗ്വേജ് സ്പോണ്ടേനിയസ് ആണ്, നാച്ചുറൽ ആണ്, എഫേർട്ട്ലെസ് ആണ്, കോൺഷ്യസ് ആയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കത് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജാണ് മദർ ടങ്. അപ്പോൾ ദി അസോസിയേഷൻ ഓഫ് വേർഡ് ആൻഡ് മീനിങ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നാച്ചുറൽ കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഒരു വാക്കും അതിൻ്റെ ഒരു മീനിങ്ങും നാച്ചുറൽ കോണ്ടെക്സ്റ്റിൽ നമുക്ക് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെൻ ദി ചൈൽഡ് ഈസ് റിലക്റ്റൻറ്റ് ടു ഈറ്റ് വൈൽ ബീങ് ഫെറ്റ്, എ ഡോഗ് ഓർ a crow comes and the mother says, look, the dog or crow will snatch your food, eat quickly. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പറയുന്നതാണ്, ഒരു പൂച്ചയല്ല ഒരു ഡോഗോ അല്ലെങ്കിൽ ഒരു ക്രോ, കാക്കയോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞുള്ള ആ ഒരു സംഭവം. അപ്പോൾ അത് നാച്ചുറലി ഇവിടെയുള്ളൊരു കോണ്ടെക്സ്റ്റ്, നമ്മളെല്ലാവരും എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്ന കോണ്ടെക്സ്റ്റാണ്. അത് നമ്മളെല്ലാവരും പറയാറുള്ളൊരു കാര്യം തന്നെയാണ്. ദിസ് ഇസ് ദ കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ഇൻ വിച്ച് ദ ഫസ്റ്റ് ലാംഗ്വേജ് ഇസ് അക്വയർഡ്. കണ്ടോ, ഇങ്ങനെ പറയുമ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് നമുക്ക് കിട്ടുവാണ് അവിടെ.
അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് ദ ചൈൽഡ്സ് ലാംഗ്വേജ് മേ നോട്ട് ബി ഗ്രമാറ്റിക്കൽ. ചെറുപ്പത്തിൽ ഏറ്റവും അതായത് ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുമ്പോൾ മദർ ടങ്കിൽ ലാംഗ്വേജ് പറഞ്ഞു തുടങ്ങുമ്പോൾ കുട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗ്രമാറ്റിക്കലി എല്ലാം കറക്റ്റ് ആവണമെന്നില്ല, ബട്ട് വാട്ട് ഇറ്റ് മീൻസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ്. നമുക്ക് പക്ഷെ കുട്ടി എന്താ ഉദ്ദേശം നമുക്ക് മനസ്സിലാവും. സെക്കൻഡ് ലാംഗ്വേജ് ലേണിംഗ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദി അക്വസിഷൻ ഓഫ് മദർ ടങ് ഇൻ മെനി ആസ്പെക്ട്സ്. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞപ്പോൾ മദർ ടങ് അക്വയർ ചെയ്യാൻ എളുപ്പമാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി സെക്കൻഡ് ലാംഗ്വേജിൻ്റെ കാര്യമാണ് പറയുന്നത്. മദർ ടങ് പഠിക്കുന്നത് പോലെയാണോ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത്? അല്ല, അതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇറ്റ് ഹാസ് ടു ബി ലേൺഡ് ഓർ അക്വയർഡ് ഫ്രം ക്ലാസ് റൂം സിറ്റുവേഷൻസ്. സ്കൂളിൽ അല്ലെങ്കിൽ ക്ലാസ് റൂം സിറ്റുവേഷൻസിൽ നിന്നാണ് സെക്കൻഡ് ലാംഗ്വേജ് ഒരു കുട്ടി പഠിച്ചെടുക്കുന്നത്. അൺലെസ് ദ സ്റ്റുഡൻറ്റ് ഇസ് പോസിറ്റീവ്ലി മോട്ടിവേറ്റഡ് ടു ലേൺ ദ സെക്കൻഡ് ലാംഗ്വേജ്, ഹി വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു അക്വയർ ഇറ്റ്. അപ്പോൾ പോസിറ്റീവ് മോട്ടിവേഷൻ ഒരു കുട്ടിക്ക് കിട്ടിയില്ല എന്നാണെങ്കിൽ ആ കുട്ടിക്ക് ആ ഒരു ലാംഗ്വേജ് പഠിക്കുന്നതിൽ ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും. അതായത് a striking disadvantage is that the learner is not exposed to the second language in situations outside the classroom. സ്കൂളിൽ അല്ലെങ്കിൽ ആ ക്ലാസ്സിൻ്റെ അകത്ത് നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാൻ ഒരു സ്പേസ് നന്നായിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജിൽ അധികം ഒരു സ്പേസ് കിട്ടുന്നില്ല. നമ്മൾ കൂടുതലും മദർ ടങ് ആയിട്ടുള്ള ഫസ്റ്റ് ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ലേണിങ്ങിന് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് അത്. While learning the mother tongue influences the second language. അതൊരു നമ്മളെപ്പോഴും പറഞ്ഞു കേൾക്കുന്നൊരു കാര്യമാണ്. അതായത് നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ്, നമ്മുടെ മദർ ടങ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലേ? ഇൻ അതർ വേർഡ്സ്, ദ ലേണർ മേക്സ് യൂസ് ഓഫ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മദർ ടങ് ഇൻ അക്വയറിങ് ദ സെക്കൻഡ് ലാംഗ്വേജ്. സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ മദർ ടങ് അല്ലെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സിൽ പലതും അതിൽ അപ്ലൈ ചെയ്യാറുണ്ട്, അല്ലേ? ഇപ്പോൾ ഒരു വേർഡിൻ്റെ പ്രൊനൗൺസിയേഷൻ പറയുമ്പോൾ നമ്മൾ അത് മലയാളം വാക്കുകൾ നമ്മൾ എങ്ങനെയാണ് പറയാറ്, ആ ഒരു സ്റ്റൈലിലേക്ക് നമ്മൾ പറയാറുണ്ട്. ആ ഒരു പ്രൊനൗൺസിയേഷൻ പ്രത്യേകിച്ച് ആ ഒരു ആക്സെൻറ്റ് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ആക്സെൻറ്റ് യൂസ് ചെയ്ത് പറയാറുണ്ട്, അല്ലേ? അപ്പോൾ ആ ഒരു സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ കാണാം. ദിസ് ഇസ് റെഫർഡ് ടു ആസ് ദ പുൾ ഓഫ് മദർ ടങ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദ പുൾ ഓഫ് മദർ ടങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പുൾ ഓഫ് മദർ ടങ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ലേണിങ്ങിൻ്റെ സമയത്ത് ഫസ്റ്റ് ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മദർ ടങ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതല്ലെങ്കിൽ മദർ ടങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ്, ഫീച്ചേഴ്സ് ഇതെല്ലാം സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ അക്വയർ ചെയ്യുമ്പോൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെയാണ് പറഞ്ഞ പോലെ പുൾ ഓഫ് ദി മദർ ടങ് എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചറാണിത് ശ്രദ്ധിക്കേണ്ടത്. ദ ടീച്ചർ ഷുഡ് സീ ദാറ്റ് the negative influence and intervention of mother tongue gets reduced gradually. അല്ലേ? ടീച്ചർ നോക്കണം, എന്താ കുട്ടി മദർ ടങ്ങിൻ്റെ ഇൻഫ്ലുവൻസ്, മദർ ടങ്ങിൻ്റെ ഫീച്ചേഴ്സ് കൂടുതലും യൂസ് ആകുമ്പോൾ അതിങ്ങനെ പതുക്കെ കുറച്ചുകൊണ്ട് വരാൻ ടീച്ചേഴ്സ് പറ്റുന്നത് പോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജ് ലേണിംഗ് മദർ ടങ്ങിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റിനെ പോലെ ആക്കിയെടുക്കാൻ നോക്കുക. അതായത് ഒരിക്കലും സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ മദർ ടങ് പഠിച്ച ആ ഒരു അങ്ങനെ കോണ്ടെക്സ്റ്റ് നമുക്ക് കിട്ടില്ല. കാരണം മദർ ടങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് നാച്ചുറലായിട്ട് നമ്മൾ ഫുൾ കാര്യങ്ങൾ പഠിച്ചെടുത്തു. പക്ഷേ ഇനി ഒരു സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമുക്ക് അത്രയ്ക്കും ഫ്ലുവൻസിയും അത്രയും നാച്ചുറൽ ആൻഡ് സ്പോണ്ടേനിയസ് ആയിട്ടൊന്നും പറ്റിയില്ലെങ്കിൽ പോലും അപ്രോക്സിമേറ്റഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഏകദേശം അതിലേക്ക് ആക്കാനായിട്ട് നോക്കുക. ആസ് ഫാർ ആസ് പോസിബിൾ the situation for second language learning should be approximated to the acquisition of mother tongue. മദർ ടങ് അക്വയർ ചെയ്തപ്പോൾ ഉള്ളതുപോലെ ഏകദേശമൊക്കെ ആക്കിയെടുക്കാൻ നോക്കുക സെക്കൻഡ് ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ ആ ഒരു സിറ്റുവേഷൻസ്. There are 3 approaches influencing second language learning. സെക്കൻഡ് ലാംഗ്വേജ് ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 അപ്രോച്ചസ് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ, ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് അക്വയറിങ് സെക്കൻഡ് ലാംഗ്വേജ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ്. സെക്കൻഡ് ലാംഗ്വേജ് അക്വസിഷനും ഫോറിൻ ലാംഗ്വേജ് അക്വസിഷനും തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ ഡിഫറൻസസ് എന്ന് നോക്കാം. വി ഓഫൻ സ്പീക്ക് ഓഫ് ഫോറിൻ ലാംഗ്വേജസ് ആൻഡ് സെക്കൻഡ് ലാംഗ്വേജസ്. നമ്മൾ ഫോറിൻ ലാംഗ്വേജസിനെ പറ്റിയും പറയുന്നുണ്ട്, സെക്കൻഡ് ലാംഗ്വേജസിനെ പറ്റിയും പറയുന്നുണ്ട്. ടു ഹാവ് എ ബെറ്റർ ആൻഡ് ക്ലിയറർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ 2 categories and understanding of the distinction between them is desirable in our discussion. സെക്കൻഡ് ലാംഗ്വേജ് എന്താണ്, ഫോറിൻ ലാംഗ്വേജ് എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ ആദ്യം തന്നെ ഇത് തമ്മിലുള്ള ഡിഫറൻസസ് നന്നായിട്ട് മനസ്സിലാക്കണം.
First of all, clearest distinction is in the context of their acquisition. ആദ്യം ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഈ ഫസ്റ്റ് ലാംഗ്വേജും അതേപോലെ തന്നെ ഫസ്റ്റ് ലാംഗ്വേജ് അല്ല സെക്കൻഡ് ലാംഗ്വേജും ഫോറിൻ ലാംഗ്വേജും നമുക്ക് അക്വയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. എ സെക്കൻഡ് ലാംഗ്വേജ് ഇസ് അക്വയർഡ് അണ്ടർ ദ സ്ട്രെസ് ഓഫ് ക്ലോസ് സോഷ്യൽ കോണ്ടാക്ട്സ്. ഒരു ക്ലോസ് ആയിട്ടുള്ള സോഷ്യൽ കോണ്ടാക്ട്സ്, ഒരു ക്ലാസ് റൂം, അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിലാണ് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്നത്. The rank of a second language is in between the mother tongue and foreign language. സെക്കൻഡ് ലാംഗ്വേജിൻ്റെ റാങ്ക് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. മദർ ടങ്ക് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ലാംഗ്വേജ് വരിക, എന്നാൽ ഫോറിൻ ലാംഗ്വേജിനേക്കാളും മുമ്പായിട്ട് വരും. സോ ഒരു മദർ ടങ്ങിൻ്റെയും ഫോറിൻ ലാംഗ്വേജിൻ്റെയും ബിറ്റ്വീനിലാണ് സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ഒരു റാങ്ക് ഇരിക്കുന്നത്. ഫോർ അസ് റഷ്യൻ, ചൈനീസ്, ഫ്രഞ്ച്, സ്പാനിഷ് എക്സെട്ര ആ ഫോറിൻ ലാംഗ്വേജസ്. ഇവിടെ കേരളൈറ്റ്സ് ആയിട്ടുള്ള നമുക്ക് ഈ പറയുന്ന റഷ്യൻ, ചൈനീസ്, ഫ്രഞ്ച്, സ്പാനിഷ് എന്നൊക്കെ പറയുന്നത് ഫോറിൻ ലാംഗ്വേജസ് ആണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡ്രോ ലൈൻസ് ബിറ്റ്വീൻ ദം. ആ ലാംഗ്വേജസിൻ്റെ ഇടയ്ക്ക് ഇതിൽ ഏതാണ് ഈസി ഏതാണ് ഡിഫിക്കൽട്ട് എന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. സ്പോൾസ്കി റിമാർക്സ് ദാറ്റ് എ ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ആൻഡ് പോസിറ്റീവ് മോട്ടിവേഷൻ ഫെസിലിറ്റേറ്റ് ദി അക്വിസിഷൻ ഓഫ് ബോത്ത്. ഫോറിൻ ലാംഗ്വേജ് ആയിക്കോട്ടെ സെക്കൻഡ് ലാംഗ്വേജ് ആയിക്കോട്ടെ, ഇത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു ഫേവറബിൾ, അതിനോടൊരു നല്ലൊരു ആറ്റിറ്റ്യൂഡും അതേപോലെ പോസിറ്റീവ് മോട്ടിവേഷനും കിട്ടിയാലാണ് ഏതൊരു ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജും ഫോറിൻ ലാംഗ്വേജും എല്ലാം പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ബട്ട് ഇൻ ലേണിംഗ് ദ സെക്കൻഡ് ലാംഗ്വേജ് ആറ്റിറ്റ്യൂഡ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് സിൻസ് ഇറ്റ് യൂഷ്വലി ഡിറൈവ്സ് ഫ്രം ദ കൈൻഡ് ഓഫ് റിലേഷൻ വൺ ഹാസ് വിത്ത് ദ എത്നിക് ഗ്രൂപ്പ് whose language is involved and whose immediate presence supplies the necessary motivation. സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ ആറ്റിറ്റ്യൂഡാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഒരു ലാംഗ്വേജിൻ്റെ എത്നിക് ഗ്രൂപ്പ് ഏതാണ്, ആ ഒരു എത്നിക് ഗ്രൂപ്പായിട്ട് നമ്മൾ കണക്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു എത്നിക് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് അതിലുണ്ടെങ്കിൽ അവരുടെ പ്രസൻസ് നമുക്ക് നല്ല ഒരു മോട്ടിവേഷൻ തരും എന്നാണ് പറയുന്നത്. നമ്മൾക്കൊരു പോസിറ്റീവ് മോട്ടിവേഷൻ ആളുകളുടെ പ്രസൻസിൽ നിന്ന് നമുക്ക് കിട്ടും എന്നാണ് പറയേണ്ടത്. അപ്പോൾ ആറ്റിറ്റ്യൂഡാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. Then Pimsleur remarks that since related ethnic group using a foreign language is very remote, personal attitude towards the language can never be strong. അപ്പോൾ നമുക്ക് ഒരു എത്നിക് ഗ്രൂപ്പ്, ഒരു ഫോറിൻ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ഒരു എത്നിക് ഗ്രൂപ്പായിട്ടുള്ള ആ ഒരു റിലേഷൻ നമുക്ക് അധികം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലാംഗ്വേജിനോടുള്ള പേഴ്സണൽ ആറ്റിറ്റ്യൂഡും ഒരിക്കലും സ്ട്രോങ് ആവുന്നില്ല. As such, learning of that language will be guided by extraneous motives. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു എത്നിക് ഗ്രൂപ്പായിട്ട് റിലേഷൻ ഇല്ല, അവർ ഭയങ്കര റിമോട്ടായിട്ടുള്ള ഒരു ഏരിയയിലാണ്, നമ്മളായിട്ട് ഇപ്പോൾ ഒട്ടും കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലാംഗ്വേജ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എക്സ്ട്രാ എന്തെങ്കിലും മോട്ടീവ്സ് വേണം, വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമാണ് അത് പഠിക്കാൻ തോന്നുള്ളൂ. Acquisition of first language is influenced more by a second language than by a foreign language. ഫസ്റ്റ് ലാംഗ്വേജ് നമ്മൾ അക്വയർ ചെയ്യുമ്പോൾ അത് കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സെക്കൻഡ് ലാംഗ്വേജിൽ ആണ് അല്ലേ. അതായത് ഇപ്പോൾ മദർ ടങ് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് എന്തായാലും ഇംഗ്ലീഷിൽ നിന്നേ വരുള്ളൂ. ഒരു ഫോറിൻ ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് നമുക്ക് ഉണ്ടാവില്ല. ഹിന്ദി പറഞ്ഞ് നമ്മൾ ഇടയ്ക്ക് നോക്കില്ല. ഹിന്ദി നിങ്ങൾക്കൊരു ഫോറിൻ ലാംഗ്വേജ് അല്ല ഒരിക്കലും. പക്ഷെ ഒരു സ്പാനിഷ് പോലത്തെ അല്ലെങ്കിൽ ഫ്രഞ്ചൊക്കെ നിങ്ങൾ ഇടയ്ക്ക് പറയുമോ? ഇല്ല, അതൊന്നും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. മദർ ടങ്ങിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഷുവറായിട്ടും സെക്കൻഡ് ലാംഗ്വേജ് ആണ്. The second language is learned in general when the basic conceptualization is being formed. സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റൊക്കെ ഫോം ആയി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുവാണ്. ബൈ ദ ടൈം എ ഫോറിൻ ലാംഗ്വേജ് ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ദിസ് പ്രോസസ് വിൽ ബി ഓൾമോസ്റ്റ് ഓവർ. അപ്പോൾ ഈ ഫോറിൻ ലാംഗ്വേജ് അതിൻ്റെ ഇടയ്ക്ക് നമ്മളിലേക്ക് വരുമ്പോൾ ഒരു ബേസിക് പ്രോസസ്സ് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടാവും. ആൻഡ് ഹെൻസ് ദ മോട്ടീവ് ഫോർ ലേണിംഗ് ഫോറിൻ ലാംഗ്വേജ് വിൽ ബി ഓൺലി കോഗ്നിറ്റീവ് എൻറിച്ച്മെൻറ്റ്. കോൺസെപ്ഷ്യലൈസേഷൻ എല്ലാം കഴിഞ്ഞു, സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ ഏകദേശം മനസ്സിലാക്കി. പക്ഷേ ഫോറിൻ ലാംഗ്വേജ് ആകുമ്പോഴേക്കും നമുക്ക് പിന്നെ ഒരു ബേസിക് പ്രോസസ്സൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയെങ്കിലും ഫോറിൻ ലാംഗ്വേജ് നമ്മുടെ മൈൻഡിലേക്ക് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോഗ്നിറ്റീവ് എൻറിച്ച്മെൻറ്റ് എന്നുള്ളതാണ് ഫോറിൻ ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ദെൻ vocabulary of second language is more speedily acquired. ഒരു
സെക്കൻഡ് ലാംഗ്വേജിൻ്റെ വൊക്കാബുലറി കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. വൊക്കാബുലറി എന്ന് പറയുന്നത് ഒരു വേർഡ്സിൻ്റെ ആ ഒരു സെറ്റിനെയാണ് വൊക്കാബുലറി എന്ന് പറയാം. ഇൻ ദ കേസ് ഓഫ് ഫോറിൻ ലാംഗ്വേജ് വൊക്കാബുലറി, അസോസിയേഷൻ ഓഫ് വേർഡ്സ് ആൻഡ് മീനിങ്സ് ഇസ് ലെസ് പോസിബിൾ. ഫോറിൻ ലാംഗ്വേജിൻ്റെ വൊക്കാബുലറിയിൽ നമുക്ക് മീനിങ്സും വേർഡ്സും തമ്മിൽ അസോസിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈസിയല്ല. ഇൻ ലേണിംഗ് എ ഫോറിൻ ലാംഗ്വേജ് ദ പ്രൈമസി ഓഫ് സ്പീച്ച് ഇസ് എംഫസൈസ്ഡ്. ഫോറിൻ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ പറയാനായിട്ടാണ് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, റാദർ ദൻ നാച്ചുറലി അക്വയർഡ്. നാച്ചുറലി നമ്മളത് അക്വയർ ചെയ്യുന്നതിനേക്കാൾ അത് എങ്ങനെയെങ്കിലും നമ്മൾ സ്പീച്ചിന് പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ആൻഡ് ഹെൻസ് വിൽ അപ്പിയർ ആസ് ആൻ ആർട്ടിഫിഷ്യൽ സൗണ്ടിങ്. അപ്പോൾ നാച്ചുറലി അക്വയർ ചെയ്യുന്നതിനേക്കാളും നമ്മൾ അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞെടുക്കാനായിട്ട് നോക്കും. ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യും എന്നുള്ളതാണ്. നാച്ചുറലി വരുന്നതല്ലാത്തത് കൊണ്ട് തന്നെ നാച്ചുറലി നമ്മൾ ഫോറിൻ ലാംഗ്വേജ് പഠിക്കില്ല, അതുകൊണ്ട് തന്നെ അതിനൊരു ആർട്ടിഫിഷ്യാലിറ്റി എന്തായാലും ഉണ്ടാവും. ഇൻ ദ സെക്കൻഡ് ലാംഗ്വേജ് ദർ ഇസ് നോ സച്ച് സ്ട്രെസ്, ഇറ്റ് ഈസ് അക്വയർഡ് ഇൻ നോർമൽ സ്പീച്ച് സിറ്റുവേഷൻസ്. പക്ഷേ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഈ ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നില്ല. ഇത്രയും സ്ട്രെസ്സ് കൊടുത്തിട്ടല്ല നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്നത്. പക്ഷേ ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കുമ്പോൾ ശരിക്കും ആ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യും എന്നുള്ളതാണ്. വൊക്കാബുലറി നോ, a new language enters a foreign country or a foreign in or a different ethnic group by trade or commerce or colonization, and gradually it gets mingled with the native social group and becomes their second language. ഒരു ഫോറിൻ രാജ്യത്തേക്ക് ഒരു പുതിയ ലാംഗ്വേജ് എൻ്റർ ചെയ്യുമ്പോൾ അത് എൻ്റർ ചെയ്യുന്നത് പല രീതിയിലാവാം. ട്രേഡ് വഴിയാവാം, കൊമേഴ്സ് വഴിയൊക്കെ ആവാം, കോളനൈസേഷൻ വഴിയാവാം. എന്നിട്ട് അവിടുത്തെ നേറ്റീവ് സോഷ്യൽ ഗ്രൂപ്പുമായിട്ട് അത് മിങ്കിൾ ചെയ്തിട്ട് ആ ഒരു ലാംഗ്വേജ്, പുതിയ ഫോറിൻ ലാംഗ്വേജ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു ലാംഗ്വേജ് അവരുടെ സെക്കൻഡ് ലാംഗ്വേജ് ആയി മാറും എന്നുള്ളതാണ്. എക്സാമ്പിൾ പറയുന്നുണ്ട്, ഗ്രീക്ക് മൈഗ്രേറ്റഡ് ടു റോം ആസ് ഫോറിൻ ലാംഗ്വേജ്. ഗ്രീക്കുകാർ റോമിലേക്ക് വന്നിട്ട് ഗ്രീക്ക് എന്നുള്ള ലാംഗ്വേജ് അവരുടെ ഫോറിൻ ലാംഗ്വേജ് ആയിട്ടാണ് ആദ്യം വന്നത്. എന്നിട്ട് പതുക്കെ പതുക്കെ ഗ്രാജുവലി അത് അവരുടെ സെക്കൻഡ് ലാംഗ്വേജായി മാറി. ഇംഗ്ലീഷ് അസ്യൂംഡ് ദ റോൾ ഓഫ് എ സെക്കൻഡ് ലാംഗ്വേജ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇംഗ്ലീഷിന് സെക്കൻഡ് ലാംഗ്വേജ് ആണ് എന്നുള്ളൊരു റോളാണ്. ആഫ്രിക്ക ആൻഡ് മെനി അതർ ലാൻഡ്സ് ഇൻ ദിസ് വേ. ആഫ്രിക്കയ്ക്കും അതേപോലെ വേറെ ഒരുപാട് സ്ഥലങ്ങളിലും ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ളതുണ്ട്. കൺവേഴ്സ്ലി എ സെക്കൻഡ് ലാംഗ്വേജ് കൻ ചേഞ്ച് ഇറ്റ്സ് റോൾ ടു ദാറ്റ് എ ഫോറിൻ ലാംഗ്വേജ് ഓൾസോ. ഇപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതെപ്പോഴും അങ്ങനെ തന്നെ നിൽക്കണം എന്നില്ല, അതിന് ഫോറിൻ ലാംഗ്വേജും ആവാൻ വേണമെങ്കിൽ. Consequent to changes in political or educational policies that aim at bringing up a neglected native language to a superior role. ഇപ്പോൾ പൊളിറ്റിക്കൽ പോളിസീസോ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പോളിസി എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഇപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ആണ്, പക്ഷേ അതിന് വേണമെങ്കിൽ ഫോറിൻ ലാംഗ്വേജിലേക്ക് ആക്കാനുള്ള കഴിവ് പൊളിറ്റിക്കൽ പോളിസീസിന് എഡ്യൂക്കേഷണൽ പോളിസീസിനുണ്ടെന്നാണ് പറയുന്നത്. അതായത് എങ്ങനെയെങ്കിലും ഇതിനെ, ഇപ്പോൾ ഒരു ലാംഗ്വേജ് അതിനൊട്ടും റോളില്ല ഇപ്പോൾ, പക്ഷേ ഇതിനെ ഒരു സെക്കൻഡ് ലാംഗ്വേജിലേക്ക് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കൂടി വരുമെന്നാണെങ്കിൽ പൊളിറ്റിക്കൽ പോളിസീസ്, എഡ്യൂക്കേഷണൽ പോളിസീസൊക്കെ അങ്ങനെ ചെയ്തിട്ട് ഒരു താഴ്ന്നു കിടക്കുന്ന ഒരു ലാംഗ്വേജിനെ വേണമെങ്കിൽ, അതായത് ഒരു നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള നേറ്റീവ് ലാംഗ്വേജിനെ അവർക്ക് സുപ്പീരിയർ റോളിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇൻ ഇന്ത്യ there were attempts to develop Hindi as our official language and reduce the role of English as second language, but it did not come true. ഇന്ത്യയിൽ അതെ, ഹിന്ദീനെ ഡെവലപ്പ് ചെയ്ത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നിട്ട് ഇംഗ്ലീഷിൻ്റെ റോൾ കുറയ്ക്കാൻ ശ്രമിച്ചു. ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആണ്, പക്ഷെ അതിൻ്റെ റോളൊന്ന് കുറയ്ക്കാൻ ശ്രമിച്ചു, പക്ഷെ അത് നടന്നില്ല. ദർ ഇസ് എ ട്രെൻഡ് ഇൻ ഇന്ത്യ ടു യൂസ് ഇംഗ്ലീഷ് ഫോർ ലിമിറ്റഡ് സ്പെഷ്യൽ പർപ്പസസ് ഓൺലി. ഇതേപോലെ ഇംഗ്ലീഷ് നമ്മൾ ചില ലിമിറ്റഡ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. ഇപ്പോൾ ഒരു ക്ലാസ് റൂം എടുക്കുക, നമ്മളൊരു നോർമൽ ക്ലാസ് റൂമിലേക്ക് കയറിക്കോട്ടെ എന്ന് മാമിനോട് ചോദിക്കുന്നത് മേ ഐ കം ഇൻ എന്നുള്ളതാണ്. അത് ഒരു ഉറപ്പായിട്ടും മിക്കവരും തന്നെ അത് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു എന്നുള്ളത് ആ ഒരു ട്രെൻഡ് ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ ചില പെർട്ടിക്കുലർ പെർമിഷൻ ചോദിക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉറപ്പായിട്ടും ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നു. അപ്പം ഒരു ചില സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുക എന്നൊരു ട്രെൻഡ് ഇന്ത്യയിൽ ശരിക്കും ഉണ്ട് എന്നുള്ളതാണ്.